ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വീട്ടമ്മമാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഒരു 3-4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം വർഷങ്ങളോളം ഉപയോഗിച്ചാലും കംപ്ലൈൻറ്റ് വരില്ല, കൂടാതെ നമുക്ക് പേടിയില്ലാതെ ഉപയോഗിക്കാനും പറ്റും. കിച്ചണിൽ ഒട്ടുമിക്ക പേർക്കും പേടി ഉണ്ടാകുന്ന 2 ഐറ്റമാണ്, ഒന്ന് ഗ്യാസും 2 കുക്കറും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു 3-4 അടിപൊളി ടിപ്സുകളാണ്. നിങ്ങൾ കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുക്കറിനെ കുറിച്ച് കുറേ നല്ല നല്ല ടിപ്സുകളാണ്. ഈ ടിപ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുക്കർ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, കൂടാതെ വർഷങ്ങളോളം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് കുക്കർ. കുക്കിങ്ങിൽ ഒരുപാട് സമയം ലാഭിച്ചു തരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. പക്ഷെ പലർക്കും ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. പ്രത്യേകിച്ചിട്ട് പ്രായമായവർക്കാണ് ഏറ്റവും കൂടുതൽ പേടി. കാരണം നമ്മളിത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ആപത്ത് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചിട്ട് പ്രഷറിലാണ് നമുക്കിതെല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതികൾ, അതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡേഞ്ചറസ് ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള ഒരു സാധനമാണിത്, വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുക്കറിൽ പല ഭക്ഷണങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓവർ പ്രഷർ വരുന്ന കാരണം നമുക്കതിൽ അടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഏത് സാധനവും പാചകം ചെയ്യുന്നതിന് മുൻപ് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ കുക്കറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് മതി. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ഒന്നാകുന്ന വിധത്തിൽ വെക്കുക. ഇതിന് ശേഷം നിങ്ങൾ ചോറ്, കറികൾ എന്ത് വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇതിന് അടിയിലോട്ട് ഒട്ടിപ്പിടിക്കില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഉപയോഗിക്കാൻ പറ്റൂ. കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. വളരെ കുറച്ച്, ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ എപ്പോഴും കുക്കറിൽ ഒഴിച്ചതിന് ശേഷം എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. യാതൊരു കാരണവശാലും അടിപിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. ഇനി കുക്കറിൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വെയിറ്റ്. അപ്പോൾ വെയിറ്റ് എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഇത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ഭാഗം ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഹോള് എല്ലാം നീറ്റായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നല്ല രീതിയിൽ നല്ല ഫോഴ്സിൽ വെള്ളം ഒഴിച്ച് കഴുകുക. പരിപ്പൊക്കെ വെക്കുന്ന സമയത്ത് അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ കരട് വരാനുള്ള സാധ്യത ഉള്ളത്. അങ്ങനെയാവുന്ന സമയത്ത് ഇത് അടഞ്ഞു കഴിഞ്ഞാൽ വിസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മൂടി കറക്റ്റായിട്ട് ഒന്ന് ടൈറ്റിലൊന്ന് മുക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് ലൂസാക്കി വെക്കരുത്. അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ഉണ്ടെങ്കിൽ വിസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കൂടാതെ നമുക്ക് ഈ ഒരു ഹോളും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. ചന്ദനത്തിരിയുടെ കോലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മതി. നമുക്ക് ഇതിൽ ഉള്ളിലോട്ട് ബ്ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സേഫ്റ്റി പിന്നാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് പാചകം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും കരട് ഉണ്ടെങ്കിൽ, അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാവുന്ന സമയത്ത് പ്രഷറിന്റെ വലിയൊരു പേടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്ത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മൾ വെയിറ്റ് ഇടാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. ഏത് സാധനവും നമ്മൾ ഏകദേശം വേവായി ആവി പുറത്തോട്ട് വരുന്ന ആ സമയത്ത് മാത്രമേ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തുടക്കം മുതൽ വെയിറ്റ് ഇട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈ പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് തിളച്ച് പുറത്തോട്ട് വരാനും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത. ഇനി ഒട്ടുമിക്ക പേർക്കും ഉണ്ടാവുന്ന വേറൊരു പ്രശ്നമാണ് തിളച്ച് പുറത്തോട്ട് വരുന്ന ഒരു കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുക്കർ മാത്രമല്ല സ്റ്റൗ അടക്കം ചീത്തയാവും. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. ഈ വാഷറിലോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് മൂടി ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ തിളച്ചു പൊന്തുന്ന ഒരു കാര്യം നല്ല രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു തുള്ളി പോലും തിളച്ച് പുറത്തോട്ട് പോയില്ല. പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷർ. ഇത് റബ്ബർ ആയതുകൊണ്ട് നല്ല ഹീറ്റ്
അടിക്കുന്ന സമയത്ത് ഇതിനൊരു സൈസിന് വലിപ്പ വ്യത്യാസം വരും, നല്ല രീതിയിൽ ലൂസാവും. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ വാഷർ പിന്നെ ഇട്ട് കഴിഞ്ഞാലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റ് കിട്ടില്ല. ടൈറ്റ് ഇല്ലെങ്കിലും നമുക്കിത് തിളച്ച് പൊന്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ തേയ്മാനം ഇല്ലാത്ത വാഷാണെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ വെളിച്ചെണ്ണ ആ വാഷറിൽ ചുറ്റുമൊന്ന് പുരട്ടി കൊടുക്കാം. മൂടിയിൽ ഫിക്സ് ചെയ്ത ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തിളച്ച പൊങ്ങൽ കുറയും. ഇനി അതല്ല, ഇതിന്റെ സൈസ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റോളം വാഷർ അതിലോട്ട് ഇട്ട് വെക്കുക. നമ്മുടെ ആ തണുപ്പ് കൊണ്ട് കറക്റ്റ് സൈസിലോട്ട് വാഷർ വരും. അതല്ലെങ്കിൽ ഇപ്പൊ തണുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ വാഷർ ഫ്രീസറിനകത്തോട്ട് വെക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷർ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തണുപ്പുണ്ടാവും. തണുക്കും തോറും ആ വാഷറിന്റെ സൈസ് വളരെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് വാഷർ കറക്റ്റ് സൈസിൽ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തണുപ്പായി കഴിഞ്ഞാൽ നമ്മുടെ വാഷർ നമ്മൾ പുതിയത് എങ്ങനെ വാങ്ങിയോ ആ ഒരു അളവിൽ തന്നെ നല്ല ടൈറ്റ് ഉണ്ടാവും കേട്ടോ. കുക്കർ ഒരിക്കലും ലീക്കായിട്ട് പുറത്തും പോവില്ല. ഇനി കുക്കറിൽ ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം, നമ്മൾ കുറച്ച് കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ ഇതിന്റെ ഹാൻഡിൽ നല്ല രീതിയിൽ ലൂസാവും. നിങ്ങൾ എത്രയൊക്കെ മുറുക്കിയാലും നമ്മൾ 2 തവണ വീണ്ടും ഉപയോഗിച്ച് കഴിയുമ്പോൾ ലൂസാവും. അപ്പോൾ ഇതും ഞാൻ ഒരുപാട് തവണ മുറുക്കിയ സാധനമാണ്, പക്ഷെ ഇപ്പോഴും അത് ലൂസായിട്ട് ഇതുണ്ട്. സ്ക്രൂ നന്ന രീതിയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ സംഭവിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ക്രൂ ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. കാരണം സ്ക്രൂ ഊരിയെടുക്കാണ്ട് വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും 2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ലൂസായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്ക്രൂ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു വാഷറും കൂടി ഉണ്ട്. വാഷറിനൊന്നും ചെയ്യേണ്ട, വാഷർ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതിൽ എത്രയൊക്കെ ത്രെഡ് ഉണ്ടെങ്കിലും അതെന്തോ കറക്റ്റായിട്ട് മുറുകിയിരിക്കില്ല. മുറുകിയാൽ തന്നെ നമുക്കത് 2-3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ലൂസാവും. അപ്പോൾ ഇതുപോലുള്ള സ്ക്രൂവിന് നമുക്ക് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പേസ്റ്റ്. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പേസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നെയിൽ പോളിഷ് ഉണ്ടല്ലോ, നെയിൽ പോളിഷ് നല്ല ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അവൈലബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം ഉപയോഗിക്കാം. ജസ്റ്റ് ഇതിലൂടെ ആ ടോപ്പ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ആക്കി കൊടുക്കാം. കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്തും ആ പേസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ അയച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഹാൻഡിലിൽ അകത്തോട്ടൊന്ന് കറക്റ്റായി കയറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ എത്ര ബലം പിടിച്ചാലും ഇനി ഈ സാധനം അനങ്ങില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യുക. ഇനി കുക്കറിൽ വരുന്ന മെയിനായിട്ടൊരു സംശയം, കുക്കിംഗ് ചെയ്ത ശേഷം നമ്മൾക്ക് പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്യണം, അതായത് പെട്ടെന്ന് പ്രഷർ കളയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഒട്ടുമിക്ക പേരും ഇതിന്റെ പുറത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കും, തണുത്ത വെള്ളം ഒഴിക്കും, പ്രഷർ റിലീസ് ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ആ ഒരു രീതിയൊന്നും കറക്റ്റായിട്ട് ഫുൾ പ്രഷറൊന്നും ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവച്ചിട്ട് പൈപ്പ് തുറന്നു വെച്ചിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു കനമുള്ള ഒരു തുണി എടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുക. അതിന് മുകളിലോട്ട് നല്ല തണുത്ത വെള്ളം ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം നിങ്ങൾ തുണി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു പ്രഷറും ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഹൈ പ്രഷറിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുഖത്തോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്ര എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ഒരിക്കലും നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കുക്കർ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളോളം കുക്കർ പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും. യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കുക്കർ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.